നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡൽഹിയിൽ നിന്നും ഇൻഡോറിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം അടിയന്തരമായി തിരിച്ചിറക്കുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നു. വിമാനത്തിന്റെ വലത് എഞ്ചിനിൽ നിന്ന് തീപിടുത്ത മുന്നറിയിപ്പുണ്ടായി. ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ വിമാനം ഡൽഹിയിൽ തന്നെ തിരിച്ചിറക്കിയിരിക്കുന്നത്. AI2913 വിമാനമാണ് തിരിച്ചിറക്കിയതെന്ന് എയർ ഇന്ത്യ പിന്നീട് വ്യക്തമാക്കുകയുണ്ടായി. വിമാനത്തിനുള്ളിൽ പരിശോധന നടത്തുകയാണ്. എന്തായാലും തീപിടുത്ത മുന്നറിയിപ്പാണ് ഇത്തരത്തിൽ അടിയന്തരമായി എയർ ഇന്ത്യ വിമാനം തിരിച്ചിറക്കാൻ കാരണമായത്. ഞായറാഴ്ച ഡൽഹിയിൽ നിന്നും ഇൻഡോറിലേക്ക് പുറപ്പെട്ടതായിരുന്നു. ടേക്ക് ഓഫ് ചെയ്തതിന് തൊട്ട് പിന്നാലെ തന്നെ നിലത്തിറക്കേണ്ടുന്ന സാഹചര്യം അത് ഒരുപാട് നമ്മൾ കേട്ടിരിക്കുന്നു. ഈ വിമാനം പറന്നുയർന്നതിന് ശേഷം സാങ്കേതിക തകരാറുകൾ ശ്രദ്ധയിൽപ്പെടുന്നു, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നു, തുടർന്ന് വേഗത്തിൽ തന്നെ തിരിച്ചിറക്കുന്നു. അത് യാത്രക്കാർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. മാത്രമല്ല വലിയൊരു അപകടം ഒഴിവായി പോകുന്നു എന്ന് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. തീപിടുത്ത സാധ്യത സൂചിപ്പിക്കുന്ന മുന്നറിയിപ്പ് പൈലറ്റുമാർക്ക് കിട്ടിയ ഉടൻ വിമാനം തിരികെ ഇറക്കി. കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് പുറത്തു വന്നിട്ടില്ല. എന്താണ് എയർ ഇന്ത്യക്ക് സംഭവിക്കുന്നത് എന്ന ചോദ്യം വീണ്ടും ബാക്കിയാവുകയാണ്. അടിയന്തരമായി വിമാനം തിരിച്ചിറക്കിയതിനെ തുടർന്ന് യാത്രക്കാരെ മറ്റൊരു വിമാനത്തിലേക്ക് മാറ്റിയെന്ന് എയർ ഇന്ത്യ വക്താവ് അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല യാത്രക്കാർക്ക് അസൗകര്യമുണ്ടായി. ആ അസൗകര്യത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു എയർ ഇന്ത്യ. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണനയെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കുകയുണ്ടായി. അതേസമയം എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നേരത്തെയും തുടരെ ആവർത്തിക്കപ്പെടുന്നുണ്ട്. റഡാറുമായുള്ള ബന്ധത്തിൽ തകരാറുണ്ടായതിനെ തുടർന്ന് തിരുവനന്തപുരം ന്യൂഡൽഹി എയർ ഇന്ത്യ വിമാനം അടിയന്തരമായി ചെന്നൈയിൽ ഇറക്കുന്ന സാഹചര്യമുണ്ടായി. കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെ 5 എംപിമാരും ചീഫ് സെക്രട്ടറി എ ജയതിലകും അടക്കം വിമാനത്തിലുണ്ടായിരുന്ന 160-ൽ പരം പേർ സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചു. അർദ്ധരാത്രിക്ക് ശേഷം എയർ ഇന്ത്യ ഏർപ്പാടാക്കിയ മറ്റൊരു വിമാനത്തിൽ യാത്രക്കാർ യാത്ര തുടരുകയും ചെയ്തു. തിരുവനന്തപുരത്ത് നിന്നും സാധാരണ രാത്രി 7:10 പുറപ്പെടേണ്ടിയിരുന്ന AIC2455 വിമാനം 7:45 ഞായറാഴ്ച പുറപ്പെട്ടത്. യാത്ര തുടങ്ങി 15 മിനിറ്റിൽ തന്നെ റഡാറുമായുള്ള ബന്ധം തകരാറിലായതായി പൈലറ്റ് അനൗൺസ് ചെയ്യുകയായിരുന്നു. വിമാനം ചെന്നൈയിലേക്ക് തിരിച്ചുവിടുന്നതായും 1 മണിക്കൂറിൽ ലാൻഡ് ചെയ്യുമെന്നും അറിയിച്ചു. ചെന്നൈ വിമാനത്താവളത്തിന് സമീപമെത്തിയ വിമാനം ഇന്ധനം കത്തിച്ചു തീർക്കാനായി 1 മണിക്കൂറോളം വട്ടമിട്ട് പറന്നു. പിന്നീട് ലാൻഡ് ചെയ്യാൻ ശ്രമിക്കവേ റൺവേയിൽ മറ്റൊരു വിമാനമുണ്ടെന്ന് ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. പൈലറ്റിന്റെ സമയോചിത ഇടപെടലിനെ തുടർന്ന് വലിയ ദുരന്തമാണ് ഒഴിവായിപ്പോയത്. 15 മിനിറ്റോളം വീണ്ടും പറന്ന ശേഷമാണ് വിമാനം ലാൻഡ് ചെയ്തത്. യാത്രക്കാരെ സുരക്ഷിതമായി ടെർമിനലിലേക്ക് മാറ്റുകയും ചെയ്തു. കെ രാധാകൃഷ്ണനെ കൂടാതെ കൊടിക്കുന്നിൽ സുരേഷ്, KC വേണുഗോപാൽ, അടൂർ പ്രകാശ്, റോബർട്ട് ബ്രൂസ് എന്നീ എംപിമാരും വിമാനത്തിൽ ഉണ്ടായിരുന്നു. മാത്രമല്ല എയർ ഇന്ത്യക്കെതിരെ ആരോപണവുമായി യാത്രക്കാർ വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വിമാനം നിശ്ചയിച്ച സമയത്തിൽ നേരത്തെ പുറപ്പെടാൻ തയ്യാറെടുത്തതിനാൽ 5 അംഗ സംഘം യാത്ര മുടങ്ങിയ ഒരു പരാതിയുമായി രംഗത്ത് വന്ന സംഭവം ഈയിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്കായിരുന്നു സംഘത്തിന്റെ യാത്ര. സംഭവത്തിൽ യാത്രക്കാർ എയർ ഇന്ത്യക്കെതിരെ പരാതി നൽകുകയും ചെയ്തതാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.